എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മുടെ വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാൻ ഞാനിവിടെ ഇതുപോലെ ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ദാ ഈ ഒരു വലുപ്പത്തിൽ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. വെള്ളരിക്ക വേവിച്ചെടുക്കാൻ ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളരിക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ വെള്ളരിക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളരിക്ക വേകാൻ ആവശ്യത്തിന് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓൺ ആക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം ഇതിനു വേണ്ട അരപ്പ് റെഡിയാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, 1/4 സ്പൂൺ അളവിൽ ചെറിയ ജീരകം, ഇനി എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഫസ്റ്റിലേ ചേർക്കരുത്, എങ്കിൽ പിന്നെ നന്നായി അരഞ്ഞു പോകും. നമുക്ക് ചെറിയ രീതിയിൽ കടുകൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇവിടെ ഇപ്പോൾ വെള്ളരിക്ക തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെള്ളരിക്ക എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആയി കഴിഞ്ഞാൽ തേങ്ങ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി ബാക്കി അരപ്പും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയുടെ ആ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരട്ടെ. ചെറുതായി ഒന്ന് തിളച്ചാൽ മതി, നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയം കൊണ്ട് തൈര് റെഡിയാക്കാം. ഞാനിവിടെ കട്ടി തൈരാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ചൂടിൽ തൈര് ചേർത്ത് കൊടുക്കരുത്. ഇതിപ്പോൾ 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. തിളയ്ക്കുന്ന ചൂടൊന്ന് മാറണം. ഈ ഒരു സമയത്ത് തൈര് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ല രീതിക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട കടുക് താളിക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്ന ശേഷം 1 തണ്ട് കറിവേപ്പിലയും 1 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കിച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ വരുന്ന ഓണത്തിന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.